വെൽക്കം ടു സ്റ്റുഡന്റ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഫിസിക്സിലെ +1 ഫിസിക്സിലെ 4ാമത്തെ ചാപ്റ്റർ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിന് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിനു മുമ്പായിട്ട് ഈ പ്രോബ്ലംസിന് പുറമെ ഈ ചാപ്റ്ററിൽ നിന്ന് പൊതുവേ കണ്ടുവരും ഒരു 80% ചോദ്യങ്ങളും പ്രോബ്ലംസ് ആയിരിക്കില്ല. അതിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരാനുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന പ്രൊജക്ടൈലിലെ കുറച്ച് ടേംസ് പാരാമീറ്റേഴ്സ് നമ്മൾ ഡിറൈവ് ചെയ്ത് പഠിച്ചായിരുന്നു. ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, മാക്സിമം ഹൈറ്റ്. ഈ 3 കാര്യങ്ങൾ ഡിറൈവ് ചെയ്യാൻ തന്നെയാണ് ചോദിക്കുക പൊതുവേ എല്ലാ ചോദ്യ പേപ്പറിലും. അതിന് പുറമെ പ്രൊജക്ടൈലിന്റെ പാത്തിനെ നമ്മൾ എന്താണ് പറയുക, ട്രാജക്ടറി, അതുപോലെ തന്നെ അതിന്റെ ഷേപ്പ് എന്താണ്, പാരബോളിക്. ഈ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ മൈൻഡിൽ കീപ്പ് ചെയ്ത് വെക്കുക. അതിന് പുറമെയാണ് അല്ലെങ്കിൽ അതിന് ഓറായിട്ടാണ് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രോബ്ലംസ് ചോദിക്കാറ്. ഡെറിവേഷൻസ് ഓർ പ്രോബ്ലംസ് എന്ന കൈൻഡിലാണ് ചോദിക്കാറ്. ചില പരീക്ഷകളിലെ പ്രോബ്ലംസ് മാത്രമായിട്ടും കാണാറുണ്ട്. സോ ഇമ്പോർട്ടന്റ് ആയി തന്നെ പ്രോബ്ലംസ് നോക്കുക. നമ്മൾ അധികമൊന്നും നോക്കുന്നില്ല. ഒരു 5 ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലുള്ള വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുമെന്ന് വെച്ചാൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം. സോ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് ഡിഫറെന്റ് ആയ ഒരു കൺസെപ്റ്റ് ആണ്. നമ്മൾ ഇത്ര നേരം പ്രൊജക്ടൈൽ നിലത്തിൽ നിന്ന് എറിയുന്ന കൺസെപ്റ്റുകളാണ് നമ്മൾ നോക്കിയത്. അതിന്റെ ടൈം ഓഫ് ഫ്ലൈറ്റും ഹൊറിസോണ്ടൽ റേഞ്ച് ഒക്കെ നോക്കിയത്. അതിന് പുറമെ പരീക്ഷകൾ കണ്ടുവരാറുള്ള ഒരു കൈൻഡാണ് ബോഡി പ്രൊജക്റ്റഡ് ഹൊറിസോണ്ടലി ഫ്രം എ ഹൈറ്റ്. ഒരു ഉയരത്തിൽ നിന്ന് നമ്മളൊരു സാധനം പ്രൊജക്ട് ചെയ്താൽ എന്തായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് അകത്തൂടെ പോകുന്ന ഫ്ലൈറ്റിൽ നിന്ന് ഒരു സാധനം നമ്മൾ താഴോട്ട് ഇടുകയാണെങ്കിൽ അതിന്റെ ടൈം ഓഫ് ഫ്ലൈറ്റും അതിന്റെ ഹൊറിസോണ്ടൽ റേഞ്ചും എങ്ങനെയായിരിക്കും എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് കണ്ടുവരാറുണ്ട്. സോ ഇതും ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ്. ഇതിൽ നിന്ന് ജസ്റ്റ് 2 ഫോർമുലാസ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അതിന്റെ ഡെറിവേഷൻ ഒന്നുമില്ല, ജസ്റ്റ് 2 ഫോർമുലാസ്. അതായത് ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് √2h/g. ഇതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ടൈം ഓഫ് ഫ്ലൈറ്റ് ടി എന്ന് തന്നെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ടൈം ഓഫ് ഫ്ലൈറ്റ് ഈക്വൽ ടു √2h/g. h എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൊറിസോണ്ടൽ. h എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ റേഞ്ച് അല്ല, h എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ് കേട്ടോ. h എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ്. ഞാൻ കഴിഞ്ഞ ഡെറിവേഷൻ സമയത്ത് ഞാൻ ഹൊറിസോണ്ടൽ റേഞ്ചിനെ h തന്നെയാണ് ലാസ്റ്റ് വെച്ച് ഞാൻ ഡിനോട്ട് ചെയ്തത്. സോ അവിടെ ഒരു മാറ്റം വരുത്തണം. h എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ്. ഹൊറിസോണ്ടൽ റേഞ്ചിന് നമ്മൾ എന്താണ് ഡിനോട്ട് ചെയ്യുക? r വെച്ചിട്ടാണ് ഹൊറിസോണ്ടൽ റേഞ്ചിനെ ഡിനോട്ട് ചെയ്യുക. സോ ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് u ഇൻറ്റു, അതായത് ഇനീഷ്യൽ വെലോസിറ്റി ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ദാറ്റ് മീൻസ് u ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ √2h/g. സോ ഈ 2 ഇക്വേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്ന ടൈം ഓഫ് ഫ്ലൈറ്റ്, സെക്കൻഡ് വൺ എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ റേഞ്ച്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ഹൈറ്റിൽ നിന്ന് നമ്മൾ ഒരു സാധനം പ്രൊജക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന 2 ഇക്വേഷൻസ് ആണ്. ഇത് ബേസ് ചെയ്ത പ്രോബ്ലംസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലംസിലോട്ട് കിടക്കാം. നമ്മൾ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് കിടക്കണം. നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എഴുതിയിരിക്കുന്നത്. എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് വിത്ത് എ വെലോസിറ്റി 40 meter per second at an angle 30 degree with the horizontal. Find time of flight, horizontal range, maximum height. ഈ 3 ടേംസും നമ്മളോട് കണ്ടുപിടിക്കാനുള്ളത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഗിവൺ ഡാറ്റാസ് അപ്പൊ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഫസ്റ്റ് നമുക്ക് വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? u ഈക്വൽ ടു 40 meter per second. ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. അതിന് പുറമെ പിന്നെ എന്തൊക്കെയാണ് ഗിവൺ ഡാറ്റ? ആംഗിൾ, ഏത് ആംഗിളിലാണ് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്? തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി. വളരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ 2 കാര്യങ്ങൾ നമുക്ക് ചോദ്യത്തിൽ നിന്ന് എടുത്ത് എഴുതാൻ പറ്റും. ഇനി ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ടൈം ഓഫ് ഫ്ലൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? t എന്നാണ് ഡിനോട്ട് ചെയ്യുക. ടൈം ഓഫ് ഫ്ലൈറ്റ് t ഇക്വേഷൻ എന്താണ്? 2u sin theta divided by g. 2u sin theta divided by g ആണ് നമ്മുടെ ടൈം ഓഫ് ഫ്ലൈറ്റ് ഇക്വേഷൻ. ഇതിൽ ആവശ്യമുള്ള എല്ലാ പാരാമീറ്റേഴ്സും നമ്മുടെ ചോദ്യത്തിനകത്ത് തന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാം? ഈക്വൽ ടു 2 ഇൻറ്റു u എത്രയാണ്? 40 ആണ്. സോ 40 ഇൻറ്റു സൈൻ തീറ്റയുടെ വാല്യൂ 30 ഡിഗ്രി. അപ്പൊ സൈൻ 30 ഹോൾ ഡിവൈഡഡ് ബൈ 9.8. ഹോൾ ഡിവൈഡഡ് ബൈ 9.8. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ല. സോ ഈക്വൽ ടു, നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും സയന്റിഫിക് കാൽക്കുലേറ്റേഴ്സ് ഉണ്ട്. സൈൻ 30യുടെ വാല്യൂ എത്രയാണ്? 1/2 ആണ്. സോ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഡയറക്റ്റ് കാൽക്കുലേറ്റർ ഇട്ടാൽ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കിട്ടും. ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 4.08 ആണ്. ടൈം ഈക്വൽ ടു 4.08. യൂണിറ്റ് എന്തായിരിക്കും വരിക? യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. യൂണിറ്റ് വരുന്നത് സെക്കൻഡിലായിരിക്കും. യൂണിറ്റ് സെക്കൻഡ്. സോ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് 4.08 സെക്കൻഡ്. നെക്സ്റ്റ് നമുക്ക് രണ്ടാമതായി നമുക്ക് ഇതിൽ കണ്ടുപിടിക്കാനുള്ള ബി ചോദ്യം എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്. ഹൊറിസോണ്ടൽ റേഞ്ച് നമ്മൾ r എന്നാണ് ഡിനോട്ട് ചെയ്യുക. സോ r ഈക്വൽ ഇക്വേഷൻ എന്തായിരുന്നു? u സ്ക്വയർ sin 2 theta divided by g. ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഫൈനൽ ഇക്വേഷൻ. u സ്ക്വയർ sin 2 theta divided by g. u ന്റെ വാല്യൂ നമുക്കറിയാം എത്രയാണ്? 40 ആണ്. സോ 40 സ്ക്വയർ ഇൻറ്റു sin 2 ഇൻറ്റു theta 30 ഡിഗ്രി divided by 9.8. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല.
സോ ഫൈനൽ ആൻസർ വരുന്നത് 141.39 ആണ്. സോ ഹൊറിസോണ്ടൽ റേഞ്ച് ആർ ഈക്വൽ ടു 141.39. യൂണിറ്റ് എന്താണ്? മീറ്ററിലാണ് നമ്മൾ എഴുതുക. ഹൊറിസോണ്ടൽ റേഞ്ച് എഴുതുന്നത് മീറ്ററിലാണ്. സോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, മൂന്നാമത്തെ ചോദ്യത്തിലൂടെ നടക്കാം. തേർഡ് വൺ, മൂന്നാമതായിട്ട് നമുക്ക് കണ്ടുപിടിക്കുന്നത് മാക്സിമം ഹൈറ്റ് ആണ്. മാക്സിമം ഹൈറ്റ്. സോ മാക്സിമം ഹൈറ്റിനെ നമ്മൾ h എന്നാണ് ഡിനോട്ട് ചെയ്യുക. സോ h ഈക്വൽ ടു u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. ഇതാണ് നമ്മുടെ ഫോർമുല. u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g ആണ് നമ്മുടെ മാക്സിമം ഹൈറ്റിന്റെ ഫോർമുല എന്ന് പറയുന്നത്. ഇതും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. u നമുക്കറിയാം എത്രയാണ്? 40 ആണ്. സോ 40 സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ 30 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 9.8 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 9.8. സോ നമ്മുടെ ആൻസർ വരുന്നത് 20.41 മീറ്റർ എന്നാണ്. 20.41 മീറ്റർ ആണ് നമ്മുടെ മാക്സിമം ഹൈറ്റ് h എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ പരീക്ഷകൾ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. സോ ഇതിനൊക്കെ മാർക്ക് പൊതുവെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. കാരണം കുറച്ചുകൂടി ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് പരീക്ഷകളുടെ മാർക്കുകൾ കൂടുതൽ മാർക്കിന് ചോദിക്കാറുള്ളത്. സോ ഇതൊക്കെ നമുക്കൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പരീക്ഷകളിൽ പ്രതീക്ഷിക്കാം. ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഒരു 2 മാർക്കിന് നമുക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സോ വളരെ സിമ്പിൾ ആണ്, ഫോർമുലാസ് മാത്രം അറിഞ്ഞു വെച്ചാൽ മതി. നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലൂടെ കിടക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ രണ്ടാമതായിട്ട് പറഞ്ഞ കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു സെർട്ടൻ ഹൈറ്റ് എന്ന് നമ്മളൊരു സാധനം പ്രൊജക്ട് ചെയ്യുന്ന കണ്ടീഷനിൽ വരുന്ന ചോദ്യങ്ങളാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷകളിൽ കണ്ടുവരാറുണ്ട്. ഇവിടെ നമ്മൾ ഒരു എയ്റോപ്ലെയിനിൽ നിന്ന് ഒരു ബോംബ് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് അതിനെ റിലേറ്റ് ചെയ്ത ചോദ്യമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ചോദ്യം വായിച്ചു തരാം. എ ബോംബ് ഈസ് ഡ്രോപ്ഡ് ഫ്രം ആൻ എയ്റോപ്ലെയിൻ വേർ ഇറ്റ് ഈസ് ഡയറക്ട്ലി എബോവ് ദ ടാർഗറ്റ് at a height 1960 meter. The aeroplane is moving horizontally with a speed of 540 km/h. By how much distance will the bomb miss the target? കാര്യം എല്ലാവർക്കും മനസ്സിലായി കാണും, അല്ലെങ്കിൽ ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം. ജസ്റ്റ് ഒരു എയ്റോപ്ലെയിൻ കൺസിഡർ ചെയ്യാം. ഇതൊരു എയ്റോപ്ലെയിൻ ആണെന്ന് കൺസിഡർ ചെയ്യാം. ഫൈൻ. സോ ഈ ഒരു എയ്റോപ്ലെയിൻ പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന് താഴെ ഒരു സ്ഥലമുണ്ട്, ജസ്റ്റ് ഒരു ബിൽഡിംഗ് ഉണ്ടെന്ന് വിചാരിക്കാം. സോ ഈ ബിൽഡിങ്ങിലോട്ടാണ് നമ്മൾ ഈ എയ്റോപ്ലെയിനിൽ നിന്ന് ബോംബ് ഇടുന്നത്. സോ എയ്റോപ്ലെയിനിൽ നമ്മളൊരു ബോംബ് ഈ ബിൽഡിങ്ങിലോട്ടാണ് ഇടുന്നത്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ കറന്റ്ലി ഈ എയ്റോപ്ലെയിനും ബിൽഡിങ്ങും തമ്മിലുള്ള ഹൈറ്റിന്റെ ഡിസ്റ്റൻസ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 1960. സോ 1960 മീറ്റർ മുകളിലാണ് ഈ പറയുന്ന എയ്റോപ്ലെയിൻ പറന്നുകൊണ്ടിരിക്കുന്നത്, ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് അങ്ങനെ വിചാരിക്കാം. ഫൈൻ. സോ ഈ എയ്റോപ്ലെയിനിന് സർട്ടൻ സ്പീഡ് ഉണ്ട്. എത്രയാണ്? 540 കിലോമീറ്റർ. 540 കിലോമീറ്റർ പെർ അവറിലാണ് എയ്റോപ്ലെയിൻ പറന്നുകൊണ്ടിരിക്കുന്നത്. ഈ 540 കിലോമീറ്റർ പെർ അവറിൽ ബിൽഡിങ്ങിന്റെ മുകളിലൂടെ പറക്കുന്ന എയ്റോപ്ലെയിനിൽ ഈ ബോംബ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ബിൽഡിങ്ങിൽ പോയി വീഴോ? വീഴില്ല. എങ്ങനെ പോയാലും ബിൽഡിങ്ങിൽ നേരിട്ട് പോയി വീഴില്ലല്ലോ. കാരണം ഒരു സ്പീഡിൽ എയ്റോപ്ലെയിൻ പറന്നുകൊണ്ടിരിക്കുന്ന എയ്റോപ്ലെയിൻ ആണല്ലോ ഡ്രോപ്പ് ചെയ്യുന്നത്. സോ അവർ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ബൈ ഹൗ മച്ച് ഡിസ്റ്റൻസ് വിൽ ദ ബോംബ് മിസ് ദ ടാർഗറ്റ്? അപ്പൊ എത്ര ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് ശരിക്കും ബോംബ് വീഴുക? അതായത് ഈ പറന്നുകൊണ്ടിരിക്കുന്ന എയ്റോപ്ലെയിൻ ഇട്ടുകൊണ്ട് കറക്റ്റ് ആയിട്ട് ബിൽഡിങ്ങിൽ പോയി വീഴില്ല. ചിലപ്പോൾ ആ ബോംബ് എവിടെ പോയി വീഴുമായിരിക്കും? ഈ ഒരു പൊസിഷനിലായിരിക്കും ചിലപ്പോൾ ബോംബ് വീഴുക. സോ എത്ര ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് ബോംബ് വന്ന് വീഴുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. ഈ ഒരു ഡിസ്റ്റൻസ് എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് നമ്മളോട് കണ്ടുപിടിക്കേണ്ടത്. പറന്നുകൊണ്ടിരിക്കുന്ന എയ്റോപ്ലെയിനിൽ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ നേരെ താഴെ വന്ന് വീഴാൻ ഒരു തരത്തിലും സാധ്യതയില്ല, കുറച്ച് വിട്ടിട്ടാണ് വീഴുക. സോ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മളോട് ചോദ്യത്തിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ആദ്യം നമുക്ക് ചോദ്യത്തിൽ നമുക്കൊരു ക്ലാരിറ്റി വന്നാലാണ് ഉത്തരം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ കേട്ടോ. സോ നമുക്ക് ഇനി തന്നിരിക്കുന്ന ഗിവൺ ഡാറ്റാസ് എടുത്ത് എഴുതാം. ചോദ്യത്തിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഈ എയ്റോപ്ലെയിൻ എത്ര ഹൈറ്റിലാണ് ഉള്ളത്? എയ്റോപ്ലെയിന്റെ ഹൈറ്റ് അവർ തന്നിട്ടുണ്ട് അല്ലെ? എച്ച് എത്രയാണ്? ഹൈറ്റ് തന്നിട്ടുണ്ട് 1960 മീറ്റർ ആണ് എയ്റോപ്ലെയിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അടുത്ത എയ്റോപ്ലെയിന്റെ വെലോസിറ്റി തന്നിട്ടുണ്ടല്ലോ. u ഈക്വൽ ടു 540 കിലോമീറ്റർ പെർ അവറിലാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം കിലോമീറ്റർ പെർ അവറിനെ നമ്മൾ ഇതിലോട്ട് മാറ്റണം, മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം. സോ 540 ഇൻറ്റു 5/18. 540 ഇൻറ്റു 5/18 വാല്യൂ എത്ര വരും? 150 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വന്നു. 150 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? വെലോസിറ്റി കിട്ടി, ഹൈറ്റും നമുക്കറിയാം. ഇനി നമുക്ക് എന്താണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്? ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാം. ടൈം ഓഫ് ഫ്ലൈറ്റ് t ഈക്വൽ ടു √2h ഡിവൈഡഡ് ബൈ g. √2h ഡിവൈഡഡ് ബൈ g. ഇത് തന്നെയല്ലേ നമ്മുടെ ടൈം ഓഫ് ഫ്ലൈറ്റ് ഇക്വേഷൻ? ഇതാണ് നമ്മുടെ ടൈം ഓഫ് ഫ്ലൈറ്റ് ഇക്വേഷൻ. ഈക്വൽ ടു √2 ഇൻറ്റു h എത്രയാണ്? 1960 ഡിവൈഡഡ് ബൈ g 9.8 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? 2h ഡിവൈഡഡ് ബൈ g ഇതാണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്. സോ നമ്മുടെ വാല്യൂ എത്ര വരും? 20 ആണ് വരിക. നിങ്ങളുടെ കയ്യിൽ എല്ലാവരും സയന്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ട്. ഞാൻ ഓൾറെഡി നോക്കിയത് കാരണം എനിക്കറിയാം ഇത് 20 സെക്കൻഡ് എന്നാണ് വരിക.
22nd ആണ് വാല്യൂ. സോ സയന്റിഫിക് കാൽക്കുലേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഈ ഫൈനൽ ആൻസർ കിട്ടും. ആൻസർ 22nd കിട്ടും. ക്ലിയർ അല്ലേ? സോ നമുക്ക് എന്ത് കിട്ടി? ടൈം ഓഫ് ഫ്ലൈറ്റ് നമുക്ക് കിട്ടി. അടുത്ത ചോദ്യത്തിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? എത്ര വിട്ടിട്ട് എത്ര ഡിസ്റ്റൻസിലാണ് വന്ന് വീഴാന്നല്ലേ? സോ ശരിക്കുള്ള ഡിസ്റ്റൻസ് വിട്ടിട്ട് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ് വന്ന് വീഴാന്നാണ് ചോദ്യം. സോ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അത് വളരെ സിമ്പിൾ ആയിട്ട് ഹൊറിസോണ്ടൽ റേഞ്ച് R കണ്ടുപിടിച്ചാൽ മതി. സോ Rന്റെ ഇക്വേഷൻ എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി u ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ് നമ്മുടെ Rന്റെ ഇക്വേഷൻ. ഈക്വൽ ടു, അപ്പൊ യുവിന്റെ വാല്യൂ എത്രയാണ്? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, 150. ടൈം ഓഫ് ഫ്ലൈറ്റ് എത്രയാണ്? 20 ആണ്. സോ 150 ഇൻറ്റു 20 ഈക്വൽ ടു 3000 മീറ്റർ. ഈക്വൽ ടു 3000 മീറ്റർ. സോ എത്ര ദൂരം കഴിഞ്ഞിട്ടാണ് ബോംബ് ശരിക്കും ഡ്രോപ്പ് ആവുക? 3000 മീറ്റർ ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 3000 മീറ്ററിന് ശേഷമായിരിക്കും ബോംബ് ഡ്രോപ്പ് ആവുക. സോ ഈ ഡിസ്റ്റൻസ് എക്സിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എത്ര കിട്ടി? 3000 എന്ന് കിട്ടി. 3000 മീറ്റർ എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? അപ്പൊ ചോദ്യം മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഒരു സാധനം അല്ലെങ്കിൽ ഒരു എയ്റോപ്ലെയിൻ ആയിക്കോട്ടെ, ഹെലികോപ്റ്റർ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അവിടെ നിന്ന് ഒരു സാധനം, ഒരു മൂവിംഗ് ഒബ്ജക്റ്റിൽ നിന്ന് ഒരു സാധനം ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സാക്ട്ലി താഴെ തന്നെ വന്ന് വീഴില്ല. അതിന് ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കും, അല്ലെങ്കിൽ അതിനൊരു ചെറിയൊരു പൊസിഷൻ വേരിയേഷൻസ് വരും. സോ അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഹൊറിസോണ്ടൽ റേഞ്ചിലൂടെ നമുക്ക് കണ്ടുപിടിക്കാം. സോ ഹൊറിസോണ്ടൽ റേഞ്ചിൽ എന്ത് വേണം? ടൈം ഓഫ് ഫ്ലൈറ്റ് വേണം. ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ നമുക്കറിയാം, 2h ഡിവൈഡഡ് ബൈ g. സോ ഇത് ഉപയോഗിച്ച് നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പരീക്ഷകളിൽ വരാറുണ്ട്. ഇതൊരു 3-4 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലൂടെ തേർഡ് ക്വസ്റ്റ്യൻ. When a body is projected at an angle theta, the maximum vertical height attained is 1/4 of the horizontal range. Find the value of theta. എന്താണ് പറയുന്നത്? മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ 1/4 ആണ്. അങ്ങനെയാണെങ്കിൽ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാം. വളരെ സിമ്പിൾ ചോദ്യമാണ്. സോ പരീക്ഷയ്ക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കണ്ടുവരാറുണ്ട്. സോ നമുക്ക് ആൻസറിലോട്ട് കടക്കാം. സോ ആൻസറിലോട്ട് കടക്കുമ്പോൾ അവരുടെ കണ്ടീഷൻ ആദ്യം തന്നെ നമ്മൾ എടുത്ത് എഴുതണം. അതായത് ഹൈറ്റ് എന്ന് പറയുന്നത് 1/4 ഓഫ് ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 1/4 ഓഫ് ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്. ഹൈറ്റിന്റെ ഇക്വേഷൻ എന്താണ്? u² sin² തീറ്റ ഡിവൈഡഡ് ബൈ 2g. ഇതല്ല ഹൈറ്റിന്റെ ഇക്വേഷൻ. ഇതാണ് ഹൈറ്റിന്റെ ഇക്വേഷൻ. u² sin² തീറ്റ ഡിവൈഡഡ് ബൈ 2g ഈക്വൽ ടു 1/4 ഓഫ് ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് u² sin2 തീറ്റ ഡിവൈഡഡ് ബൈ g ആണ്. u² sin2 തീറ്റ ഡിവൈഡഡ് ബൈ g ആണ്. സോ ഈ ഒരു ഫോർമാറ്റിൽ എഴുതി കഴിഞ്ഞ ശേഷം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഇതിനൊന്നുകൂടി ഞാൻ സിംപ്ലിഫൈ ചെയ്യാണ്. സോ u² sin² തീറ്റ ഡിവൈഡഡ് ബൈ 2g. ഈ 1/4 നമ്മൾ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും? u² sin2 തീറ്റ ഡിവൈഡഡ് ബൈ 4g എന്നായി മാറും. u² sin2 തീറ്റ ഡിവൈഡഡ് ബൈ 4g എന്നായി മാറും. 4 into g എന്ന് പറഞ്ഞാൽ 4g ആണ്. ജിയും ക്യാൻസൽ ചെയ്യാം. അതുപോലെ തന്നെ u² നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ശരിയല്ലേ? ഇവിടെ ഒരു 2 ഉണ്ട്, അവിടെ ഒരു 4 ഉണ്ട്. സോ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റിമൈനിങ് എത്ര വരും? 2 എന്ന് വരും. റിമൈനിങ് 2 എന്ന് വരും. ക്ലിയർ അല്ലേ? ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ആദ്യത്തെ സ്റ്റെപ്പുകൾ ഞാൻ മായ്ക്കുകയാണ്. സോ റിമൈനിങ് എന്തൊക്കെയാ ഉള്ളത്? ഇവിടെ sin² തീറ്റ ഉണ്ട് അല്ലേ? sin² തീറ്റ ഈക്വൽ ടു ആ സൈഡ് എന്താ ഉള്ളത്? sin2 തീറ്റ ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. sin2 തീറ്റ ഡിവൈഡഡ് ബൈ 2 ഇത്രയാണ് വരിക. നെക്സ്റ്റ് സ്റ്റെപ്പിനകത്ത് നമുക്ക് ഈ പറയുന്ന sin2 തീറ്റ നമ്മൾ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസിൽ നമ്മൾ പഠിച്ചാണ്. sin2 തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? sin² തീറ്റ ഈക്വൽ ടു sin2 തീറ്റ എന്ന് വെച്ചാൽ 2 sin തീറ്റ cos തീറ്റയാണ്. sin2 തീറ്റ എന്ന് പറഞ്ഞാൽ 2 sin തീറ്റ cos തീറ്റയാണ്. സോ ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. ക്ലിയർ? sin2 തീറ്റ നമ്മൾ എന്ത് എഴുതാം? 2 sin തീറ്റ cos തീറ്റ. ട്രിഗണോമെട്രി എല്ലാം പഠിക്കുന്നത് നമ്മളാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അറിയണം sin2 തീറ്റ എന്ന് പറഞ്ഞാൽ 2 sin തീറ്റ cos തീറ്റയാണെന്ന്. 2 ക്യാൻസൽ ചെയ്യാലോ? ക്യാൻസൽ ചെയ്യാം. അപ്പൊ sin² തീറ്റ ഈക്വൽ ടു sin തീറ്റ cos തീറ്റ. sin² തീറ്റ ഈക്വൽ ടു sin തീറ്റ cos തീറ്റ എന്ന് വരും. ഈ സ്ക്വയറും ഇവിടെയുള്ള sin തീറ്റ നമുക്ക് ക്യാൻസൽ ചെയ്യാലോ? ക്യാൻസൽ ചെയ്യാം. അപ്പൊ ബാക്കി എന്താ ഉള്ളത്? sin തീറ്റ ഈക്വൽ ടു cos തീറ്റ എന്ന് വരും. sin തീറ്റ ഈക്വൽ ടു cos തീറ്റ. sin തീറ്റയും cos തീറ്റയും ഈക്വൽ ആവുന്ന ഏത് ആംഗിളിലാണ് sin തീറ്റയും cos തീറ്റയും ഈക്വൽ ആവുക? നമുക്ക് എല്ലാവർക്കും അറിയാം. എത്ര ഡിഗ്രിയിലാണ്? 45 ഡിഗ്രിയിലാണ് sin തീറ്റയും cos തീറ്റയും ഈക്വൽ ആവുക. എത്രയാണ്? 1/√2 ആണ് വാല്യൂ അല്ലെ? 1/√2 വരുന്നത് sin 45നും cos 45ന്റെ വാല്യൂ എത്രയാണ്? 1/√2 ആണ്. Therefore തീറ്റ ഈക്വൽ ടു 45 ഡിഗ്രി. തീറ്റ ഈക്വൽ ടു 45 ഡിഗ്രി. വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. പരീക്ഷയിൽ ഇത്തരത്തിലുള്ള ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം പരീക്ഷയോട് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് ബോർഡിനകത്ത് എഴുതിയിരിക്കുന്നത്. എ ബുള്ളറ്റ് ഫയർഡ് അറ്റ് ആൻ ആംഗിൾ 30 ഡിഗ്രി വിത്ത് ദ ഹൊറിസോണ്ടൽ hits the ground 4 kilometers away. By adjusting the angle of projection, can one hope to hit a target 5 kilometers away? എന്താണ് ചോദ്യത്തിൽ പറയുന്നത്?
ഒരു ബുള്ളറ്റ് നമ്മൾ ഫയർ ചെയ്യുന്ന സമയത്ത് 30 ഡിഗ്രിയിൽ നമ്മൾ ഫയർ ചെയ്യുന്ന സമയത്ത് അതൊരു 4 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് വീഴുകയാണ്, അല്ലെങ്കിൽ 4 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് ഹിറ്റ് ചെയ്യാണെന്ന് വെക്കാം. അവർ ചോദിച്ചിരിക്കുന്നത് നമ്മൾ ആംഗിൾ ഓഫ് പ്രൊജക്ഷനിൽ എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞു വെച്ചാൽ ഇത് 5 കിലോമീറ്ററിൽ പോയി ഹിറ്റ് ചെയ്യാമോ, അല്ലെങ്കിൽ 5 കിലോമീറ്റർ ദൂരം ഈ ബുള്ളറ്റ് ട്രാവൽ ചെയ്യുമോ എന്നാണ് ചോദ്യം. 30 ഡിഗ്രിയിലാകുമ്പോൾ 4 കിലോമീറ്ററിൽ പോയി ആ ആംഗിൾ ഓഫ് പ്രൊജക്ഷനിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ 5 കിലോമീറ്റർ ദൂരത്തിലോട്ട് ഈ ബുള്ളറ്റ് പോകുമോ എന്നതാണ് ചോദ്യം. ക്ലിയർ അല്ലേ? ചോദ്യം ആദ്യം നമ്മൾ വൃത്തിയായിട്ട് മനസ്സിലാക്കണം, എന്നാൽ മാത്രമേ ആൻസറോട് കടന്നിട്ട് കാര്യമുള്ളൂ. സോ ആൻസറോട് കടക്കുമ്പോൾ നമുക്ക് ആദ്യം എന്ത് എഴുതാം? നമുക്ക് തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ് ഗിവൺ ഡാറ്റ എന്ന് മനസ്സിലാക്കണം. സോ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി തന്നിട്ടുണ്ട് നമുക്ക്. ദെൻ നമുക്ക് എത്ര ദൂരമാണ് ആദ്യം ഫസ്റ്റ് കണ്ടീഷനിൽ അത് മൂവ് ചെയ്തത്? 4 കിലോമീറ്റർ ആണ് മൂവ് ചെയ്തത്. ഹൊറിസോണ്ടൽ റേഞ്ച് R ഈക്വൽ ടു 4 കിലോമീറ്റർ. 4 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ്? 4000 മീറ്റർ ആണ്. 4 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 4000 മീറ്റർ ആണ്. അത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. ദെൻ ഇനി നമ്മൾ നെക്സ്റ്റ് കടക്കാൻ പോകുന്നത് നമ്മൾ ഇതിൽ നിന്ന് വെലോസിറ്റി കണ്ടുപിടിക്കുകയാണ്. സോ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ തന്നെ മതി. അതായത് R ഈക്വൽ ടു ഹൊറിസോണ്ടൽ റേഞ്ച് R ഈക്വൽ ടു U സ്ക്വയർ sin 2 തീറ്റ ഡിവൈഡഡ് ബൈ G. ഇതാണ് ഫോർമുല. R ഈക്വൽ ടു U സ്ക്വയർ sin 2 തീറ്റ ഡിവൈഡഡ് ബൈ G. ഇതിൽ കുറെ ടേംസ് എല്ലാം നമുക്ക് അറിയാം അല്ലേ? ഏതൊക്കെ അറിയാം? R നമുക്കറിയാം എത്രയാണ്? 4000 ആണ്. സോ 4000 ഈക്വൽ ടു U ന്റെ വാല്യൂ നമുക്ക് അറിയില്ല. സോ U സ്ക്വയർ sin 2 into തീറ്റ എത്രയാണ്? 30 ഡിഗ്രി ഡിവൈഡഡ് ബൈ 9.8 ഡിവൈഡഡ് ബൈ 9.8. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? U, അതായത് വെലോസിറ്റി കണ്ടുപിടിക്കാം. സോ U സ്ക്വയർ മാത്രം അവിടെ നിർത്തുക. U സ്ക്വയർ ഈക്വൽ ടു ബാക്കിയുള്ള ടേംസിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യാലോ. സോ 4000 into 9.8 ഡിവൈഡഡ് ബൈ sin 60 എന്ന് വരും. 4000 into 9.8 ഡിവൈഡഡ് ബൈ sin 60 എന്ന് വരും. sin 2 into 30 എന്ന് വെച്ചാൽ sin 60 ആണ്. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. സോ ഇവിടെ നിൽക്കട്ടെ, ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആക്കി വെക്കുക. അതായത് U സ്ക്വയർ നമുക്ക് കിട്ടി, അതായത് വെലോസിറ്റി കിട്ടി എന്ന് തന്നെ ഇരിക്കട്ടെ. നമ്മളോട് പറഞ്ഞിരിക്കുന്ന 5 കിലോമീറ്ററിൽ ഈ പറയുന്ന ബുള്ളറ്റ് ട്രാവൽ ചെയ്യുമെന്നല്ലേ. സോ നമുക്ക് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ 5 കിലോമീറ്റർ 10 കിലോമീറ്റർ എത്ര വേണേൽ പോകുമല്ലോ. മാക്സിമം അല്ലെ, മാക്സിമം അൾട്ടിമേറ്റ് എത്ര ദൂരം പോകുന്നു മനസ്സിലാക്കി കഴിഞ്ഞാൽ 5 കിലോമീറ്റർ പോകുന്നു, 6 കിലോമീറ്റർ പോകുന്നു ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് മാക്സിമം ആണ്. മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് U സ്ക്വയർ ഡിവൈഡഡ് ബൈ G ആണ്. U സ്ക്വയർ ഡിവൈഡഡ് ബൈ G ആണ് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. U സ്ക്വയർ എത്രയാണ്? 4000 into 9.8 ഡിവൈഡഡ് ബൈ sin 60 എന്ന് വരും. ഹോൾ ഡിവൈഡഡ് ബൈ 9.8 എന്ന് വരും. സോ അതിന് ന്യൂമറേറ്ററിൽ ഇടുമ്പോൾ ഇവിടെയാണ് 9.8 വരിക കേട്ടോ. ഹോൾ ഡിവൈഡഡ് ബൈ 9.8 ആണ്. സോ അതിന് ഞാൻ മുകളിലോട്ട് ഇടുകയാണെന്ന് വെച്ചാൽ ഇവിടെ 9.8 എന്ന് വരും. ക്ലിയർ? സോ ഇത് നമ്മൾ കാൽക്കുലേറ്ററിൽ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 4618.9 മീറ്റർ. 4618.9 മീറ്റർ ആണ് നമ്മുടെ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. സോ നമ്മൾ ഏത് ആംഗിളിൽ ഇട്ടാലും, അതായത് മാക്സിമം ആയിട്ട് ഒരു സാധനം പ്രൊജക്ട് ചെയ്യണമെങ്കിൽ ഏത് ആംഗിൾ ആണ്? 45 ഡിഗ്രി ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തീറ്റ 45 ഡിഗ്രി ആകുമ്പോഴാണ് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് നമുക്ക് അറ്റൈൻ ചെയ്യാം. സോ ഈ പറയുന്ന മാക്സിമം ആയിട്ട് ഉള്ള ഹൊറിസോണ്ടൽ റേഞ്ച് 4618 ആയിരിക്കെ നമുക്ക് ഈ പറയുന്ന 5000 കിട്ടുമോ? നമുക്ക് 5000 മീറ്റർ അല്ലെങ്കിൽ 5 കിലോമീറ്റർ നമ്മളെ കൊണ്ട് പറ്റുമോ? പറ്റില്ല. സോ നമുക്ക് therefore it is not possible. It is not possible എന്നാണ് നമ്മുടെ ഫൈനൽ ആൻസർ. It is not possible. കാരണം എന്താണ്? മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് എത്രയേ ഉള്ളൂ? 4618 നമ്മളെ കൊണ്ട് മാക്സിമം പ്രൊജക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചോദ്യത്തിനകത്ത് 5 കിലോമീറ്റർ അതായത് 5000 മീറ്റർ പോവെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരിക്കലും അത് പോസിബിൾ അല്ല. സോ ഫൈനൽ ആൻസർ, it is not possible to project 5000 മീറ്റർ or 5 കിലോമീറ്റർ. നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലൂടെ കിടക്കാം. ഈ ചാപ്റ്ററിന് പ്രോബ്ലം വൈസ് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം. A stone is thrown from the ground towards a wall 6 meter height at a distance of 4 meter such that it just clears the top of the wall. Find the speed of the projection. Find the speed of the projection of the stone. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇതിന് മലയാളത്തിൽ പറയാണെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. ഒരു വാൾ ഉണ്ടെന്ന് വെക്കുക, ഒരു ചുമല്, ജസ്റ്റ് ഇതൊരു ചുമലാണെന്ന് വെക്കുക. ഇവിടെ നമ്മളൊരു കല്ലെടുത്ത് എറിയാണ്. ഈ പറയുന്ന എറിയുന്ന പോയിന്റും ഈ പറയുന്ന വാളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 4 മീറ്റർ ആണ്. ഈ പറയുന്ന എറിയുന്ന പോയിന്റും വാളും തമ്മിലുള്ള ഡിസ്റ്റൻസ് 4 മീറ്റർ ആണ്. അടുത്ത എന്താണ് അവർ തന്നിരിക്കുന്നത്? ഈ വാളിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. വാളിന്റെ ഹൈറ്റ് എത്രയാണ് ചോദ്യത്തിൽ തന്നിരിക്കുന്നത്? 6 മീറ്റർ ഹൈറ്റ് ആണ് വാളിനുള്ളത്. സോ 6 മീറ്റർ ഹൈറ്റ് ഉള്ള വാളാണിത്. ക്ലിയർ? സോ ഈ നമ്മൾ ഇവിടെ നിന്ന് ഒരു സ്റ്റോൺ പ്രൊജക്ട് ചെയ്ത് എറിഞ്ഞു. അപ്പൊ അത് ഇങ്ങനെയാണ് സ്റ്റോൺ കവർ ചെയ്തു. അപ്പൊ അല്ലെങ്കിൽ ഈ പറയുന്ന വാളില് സ്റ്റോൺ കവർ ചെയ്ത് പോയി.
അപ്പൊ ഇത്ര ഡാറ്റാസ് ആണ് നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. എന്തൊക്കെയാണ്? വാളിന്റെ ഹൈറ്റ്, വാളും ഈ സ്റ്റോൺ പ്രൊജക്ട് ചെയ്യുന്ന പൊസിഷൻ തമ്മിൽ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ പ്രൊജക്ഷൻ ഓഫ് ദ സ്റ്റോൺ. അതായത് ഈ പറയുന്ന കല്ലെറിയുന്ന സ്പീഡ് എത്രയാണ്? യു ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ക്ലിയർ അല്ലേ? സ്പീഡ് ഓഫ് പ്രൊജക്ഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതിന് അവർ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഹൈറ്റും തന്നിട്ടുണ്ട്, ഈ പറയുന്ന ഡിസ്റ്റൻസും നമുക്ക് തന്നിട്ടുണ്ട്. ക്ലിയർ? ഈ പറയുന്ന ഡാറ്റാസിൽ നമുക്ക് എന്തൊക്കെ അല്ലെങ്കിൽ എന്തൊക്കെ കൺസെപ്റ്റ്, നമ്മുടെ കൺസെപ്റ്റ് ഏതൊക്കെയാണ്? ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, മാക്സിമം ഹൈറ്റ്, ഇതൊക്കെയാണ്. സോ അതിന് ഏതൊക്കെ നമുക്ക് ഇന്ന് എടുത്ത് എഴുതാം? അതായത് ഒന്നാമത്തെ കാര്യം ഹൈറ്റ് നമുക്ക് എടുത്ത് എഴുതാലോ. ഇത് പോകുന്ന ഹൈറ്റ് എത്രയാണ്? 6 മീറ്റർ ആണ്. സോ ഹൈറ്റ് എത്രയായിരിക്കും? 6 മീറ്റർ. ഹൈറ്റ് നമുക്ക് വൃത്തിയായിട്ട് മനസ്സിലായി. അടുത്ത് ഹൊറിസോണ്ടൽ റേഞ്ച് 4 മീറ്റർ എന്ന് എഴുതാവോ? ഹൊറിസോണ്ടൽ റേഞ്ച് ഒരിക്കലും 4 മീറ്റർ ആയിരിക്കില്ല. കാരണം ഈ പറയുന്ന കല്ല് ഇവിടെ നിന്ന് എറിഞ്ഞിട്ട് അത് വന്ന് വീഴുന്നത് ഇവിടെയാണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഇവിടെയും ഒരു 4 മീറ്റർ വരും. സോ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? അല്ലെങ്കിൽ ടോട്ടൽ ഹൊറിസോണ്ടൽ റേഞ്ച് എത്രയായിരിക്കും? 8 മീറ്റർ ആയിരിക്കും. ടോട്ടൽ ഹൊറിസോണ്ടൽ റേഞ്ച് എത്രയായിരിക്കും? 8 മീറ്റർ. സോ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് എടുത്ത് എഴുതാം. നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ നിന്ന് നമുക്ക് എടുത്തെഴുതാൻ പറ്റുന്ന പാരാമീറ്റേഴ്സ് ആണ് ഈ രണ്ട് കാര്യങ്ങൾ. വേറെ ഒന്നും നമ്മുടെ ഇതിൽ തന്നിട്ടില്ല, ചോദ്യത്തിൽ തന്നിട്ടില്ല. ആംഗിൾ ഓഫ് പ്രൊജക്ഷനോ നമ്മുടെ വെലോസിറ്റി ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ വേറെ ഒരു ഡാറ്റാസും നമുക്ക് തന്നിട്ടില്ല. സോ ഇത് രണ്ടെണ്ണത്തിന്റെയും ഇക്വേഷൻസ് നമുക്കറിയാം അല്ലെ? ഈ പറയുന്ന ഹൈറ്റിന്റെയും അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷൻ നമുക്കറിയാലോ. ഹൈറ്റിന്റെ ഇക്വേഷൻ എന്താണ്? h = u² sin² θ ഡിവൈഡഡ് ബൈ 2g ആണ്. സെയിം വേ അതുപോലെ തന്നെ r ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷൻ എന്താണ്? u² sin 2θ ഡിവൈഡഡ് ബൈ g ആണ് ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷനും നമുക്കറിയാം. അതുപോലെ തന്നെ ഇതിന്റെ ഫൈനൽ ആൻസേഴ്സ് നമുക്കറിയാം. ക്ലിയർ? സോ ഇനി നമ്മൾ നെക്സ്റ്റ് എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇത് രണ്ടെണ്ണത്തിൽ നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വാല്യൂസ് നമുക്ക് അറിയുന്ന വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, എന്നിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. സോ ഈ രണ്ട് കാര്യങ്ങൾ ഇതിനെ ഇക്വേഷൻ 1, 2 ആയിട്ട് എടുക്കുകയാണെന്ന് വെക്കാം. സോ ഇത് രണ്ടും എടുത്ത് നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. അതായത് എച്ചിന്റെ വാല്യൂ എത്രയാണ്? എച്ചിന്റെ വാല്യൂ 6 ആണ്. സോ 6 ഡിവൈഡഡ് ബൈ ആറിന്റെ വാല്യൂ എത്രയാണ്? ആറിന്റെ വാല്യൂ 8 ആണ്. സോ 6 ഡിവൈഡഡ് ബൈ 8 ഈക്വൽ ടു അതുപോലെ തന്നെ RHS ൽ എന്തൊക്കെ വരും? എച്ചിന്റെ വാല്യൂ എത്രയാണ്? u² sin² θ ഡിവൈഡഡ് ബൈ 2g ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ ഉള്ളത്? u² sin 2θ ഡിവൈഡഡ് ബൈ g. ക്ലിയർ അല്ലേ? വൃത്തിയായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്? അതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുകയാണ്. ദെൻ 6/8 നമുക്ക് എങ്ങനെ എഴുതാം? 3/4 എന്ന് എഴുതാം. 6/8 നമുക്ക് എങ്ങനെ എഴുതാം? 3/4 എന്ന് എഴുതാം. സോ 3/4 ഈക്വൽ ടു ഇതിനൊന്ന് ന്യൂമറേറ്ററിലോട് കൊണ്ടുവന്ന് വിചാരിക്കാം. സോ u² sin² θ ഡിവൈഡഡ് ബൈ 2g ഇൻറ്റു ഇതിനെ ന്യൂമറേറ്ററിൽ വരുമ്പോൾ എന്താവും? g ഡിവൈഡഡ് ബൈ u² sin 2θ എന്ന് വരും. g ഡിവൈഡഡ് ബൈ u² sin 2θ. u² ക്യാൻസൽ ആയി പോവും, g ക്യാൻസൽ ആയി പോവും. ക്ലിയർ? ഇത്രയല്ലേ ക്യാൻസൽ ആയി പോകുള്ളൂ. ഇവിടെ sin² θ ആണ്, ഇവിടെ sin 2θ ആണ്. സോ അത് ക്യാൻസൽ ആയി പോവില്ല. സോ 3/4 ഈക്വൽ ടു ബാക്കി എന്തൊക്കെ ടേംസാ ഉള്ളത്? sin² θ ഡിവൈഡഡ് ബൈ 2 sin 2θ എന്ന് വരും. sin² θ ഡിവൈഡഡ് ബൈ 2 sin 2θ. ഈ 2ഉം ഈ 4ഉം കൂടി ക്യാൻസൽ ചെയ്താൽ ബാക്കി എന്താ ഉള്ളത്? 2a ഉള്ളൂ. 2ഉം 4ഉം കൂടി ക്യാൻസൽ ചെയ്താൽ ബാക്കി 2a ഉള്ളൂ ട്ടോ. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. അതായത് 3/2 ഈക്വൽ ടു അവിടെ എന്തൊക്കെയാ ഉള്ളത്? sin² θ ഡിവൈഡഡ് ബൈ sin 2θ എന്ന് വരും. sin² θ ഡിവൈഡഡ് ബൈ sin 2θ എന്ന് വരും. നമുക്കറിയാം sin 2θ ഫോർമുല എന്താണ്? sin 2θ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 sin θ cos θ ആണ്. sin 2θ എന്ന് പറഞ്ഞാൽ 2 sin θ cos θ ആണ്. നിങ്ങൾക്ക് അറിയാം sin 2θ എന്ന് പറഞ്ഞാൽ 2 sin θ cos θ ആണ്. ക്ലിയർ? സോ ഇവിടെ 2ഉം ഈ 2ഉം ക്യാൻസൽ ചെയ്യാം. sin θയും ഈ സ്ക്വയറും ക്യാൻസൽ ചെയ്യാം. therefore 3 ഈക്വൽ ടു sin θ ഡിവൈഡഡ് ബൈ cos θ എന്ന് വരും. 3 ഈക്വൽ ടു sin θ ഡിവൈഡഡ് ബൈ cos θ. കംപ്ലീറ്റ്ലി ഒരു മാത്സ് ട്രിഗണോമെട്രിക് ലെവലിലോട്ട് മൂവ് ചെയ്യാണ്. പക്ഷെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ ഫിസിക്സിൽ ചോദിക്കാറുണ്ട്. സോ ഇമ്പോർട്ടന്റ് ആണ്. സോ എന്ത് എഴുതാം? 3 ഈക്വൽ ടു tan θ എന്ന് എഴുതാം. 3 ഈക്വൽ ടു tan θ. θ ഈക്വൽ ടു tan ഇൻവേഴ്സ് ഓഫ് 3. θ ഈക്വൽ ടു tan ഇൻവേഴ്സ് ഓഫ് 3. അപ്പൊ θയുടെ വാല്യൂ എത്ര വരും? θയുടെ വാല്യൂ വരുന്നത് 71 ഡിഗ്രി ആണ് വരിക. therefore θ ഈക്വൽ ടു 71 ഡിഗ്രി 34 മിനിറ്റ്. 71 ഡിഗ്രി 34 മിനിറ്റ് ആണ് വരിക. കാരണം നിങ്ങൾക്ക് ഡിഗ്രി മെഷേഴ്സ് മാത്രമേ അറിയുള്ളൂ. ചില സമയങ്ങളിൽ കാൽക്കുലേറ്ററിൽ ഇടുമ്പോൾ ഡിഗ്രിന്റെയും സബ് ഡിവിഷൻ ആണ് എത്ര മിനിറ്റ് എന്ന് പറയുന്നത്. സോ 71 ഡിഗ്രി 34 മിനിറ്റ് ആണ് നമ്മുടെ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ അഥവാ
തീറ്റ എന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കണം. സോ നമുക്ക് ഒരു ആൻസർ കിട്ടി, ഫൈനൽ ആൻസറിലോട്ട് കടക്കാനുള്ള ഒരു ആൻസറേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഈ പറയുന്ന നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫൈനൽ ആൻസർ കണ്ടുപിടിക്കണം. സോ h ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g അല്ലേ? തീറ്റ നമുക്കറിയാം, h അറിയാം, g അറിയാം. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, u കണ്ടുപിടിക്കാമല്ലോ. സോ ഇതിനെ റീഅറേഞ്ച് ചെയ്തിട്ട് യു സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും, യു സ്ക്വയർ ഈക്വൽ ടു h ഇൻറ്റു 2g ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. h ഇൻറ്റു 2g ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ തീറ്റ. h എത്രയാണ്, ഹൈറ്റ് എത്രയായിരുന്നു, 6 മീറ്റർ ആയിരുന്നു. സോ 6 ഇൻറ്റു 2 ഇൻറ്റു 9.8 ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ തീറ്റ എത്രയായിരുന്നു, 71 ഡിഗ്രി 34 മിനിറ്റ്. ക്ലിയർ? സോ അതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ നമ്മുടെ ആൻസർ, യുവിന്റെ ആൻസർ നമുക്ക് കിട്ടും. ജസ്റ്റ് കാൽക്കുലേറ്ററിൽ ഇട്ട് കഴിഞ്ഞാൽ യുവിന്റെ ആൻസർ എത്ര വരും, യു ഈക്വൽ ടു 11.4 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. യു ഈക്വൽ ടു 11.4 മീറ്റർ പെർ സെക്കൻഡ്. വലിയ കോംപ്ലിക്കേഷൻ ഇല്ല, എന്നാലും കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്. കംപ്ലീറ്റ്ലി ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസ് വെച്ച് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടാണ്. പക്ഷെ അത്രയ്ക്ക് കോംപ്ലിക്കേഷൻ വിചാരിക്കരുത്, കാരണം നിങ്ങൾക്ക് മാത്സിൽ ട്രിഗ്നോമെട്രി പഠിക്കാനുണ്ട്. സോ അതിലൊന്ന് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ വെച്ചാൽ നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് വെലോസിറ്റി എത്ര കിട്ടി, അല്ലെങ്കിൽ സ്പീഡ് ഓഫ് പ്രൊജക്ഷൻ എത്ര കിട്ടി, 11.4 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. വളരെ ഇമ്പോർട്ടന്റ്. സോ ഇത്ര ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയിൽ ഇതേ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോസ് ഈ പ്രോബ്ലംസിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ വാട്സ്ആപ്പ് നമ്പർ എല്ലാം പ്രൊവൈഡഡ് ആണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.